ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോ ആയിട്ട് സ്വാഗതം ഗൈസ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്, ഞാൻ ഇന്ന് എൻ്റെ ബ്രൈഡൽ സ്വീറ്റ് കേസ് അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ പെട്ടി പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എനിക്കിത് പാക്ക് ചെയ്ത് നാളെ രാവിലെ എനിക്കൊന്ന് കൊടുത്തു വിടണം എൻ്റെ കുറച്ച് സാധനങ്ങൾ. അതിൻ്റെ ഒരു പാക്കിംഗ് ആണ്. കുറച്ച് ടിപ്പൊക്കെ പറഞ്ഞു തരാമെന്ന് വിചാരിച്ച്. എനിക്കറിയാന്നുള്ള അല്ലാത്തവരെ എനിക്ക് കുറച്ച് ടിപ്പുകൾ പറഞ്ഞു തരിക, എനിക്ക് അറിഞ്ഞുകൂടാത്തതൊക്കെ. സോ ഗൈസ്, നമുക്ക് പാക്കിംഗ് തുടങ്ങാം. ഞാൻ കുറച്ച് ഡ്രസ്സും എൻ്റെ കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനൊരു ചെറിയ പാക്കിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. ഒരുപാടൊന്നും വാരി കെട്ടിക്കൊണ്ട് പോകണില്ല, കുറച്ച് കുറച്ചായിട്ട് കൊണ്ടുപോകാം. ഒരുപാട് അങ്ങ് കൊണ്ടുപോയി അങ്ങനെ ഭയങ്കര ഇതാക്കണ്ട വെച്ചാൽ എനിക്ക് ചെന്നിട്ട് ഭയങ്കര പാടായിരിക്കും, അടുക്കി വെക്കാനും ഒക്കെ പാടായിരിക്കും. കുറച്ച് മാത്രം ഞാൻ അങ്ങ് ഒരു പെട്ടിയിൽ കൊടുത്തു വിടാം എന്നുള്ള പ്ലാനിലാണ് ഇരിക്കുന്നത്. പോകുമ്പോൾ കൊണ്ടുപോയാൽ മതിയായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു നേരത്തെ അതാകുമ്പോൾ ഒരാൾ തൂക്കൊണ്ടുണ്ടല്ലോ. ഇതിപ്പം നാളെ ഇവിടെ നിന്ന് അപ്പൂൻ്റെ വീട്ടിലോട്ട് കുറച്ച് ടീംസ് പോകുന്നുണ്ട്. അപ്പോൾ ആ ടീംസിൻ്റെ ഞാൻ കൊടുത്തുവിടാന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. നമ്മുടെ എപ്പോഴും കൊണ്ടുപോകണം, ഞാൻ എവിടെ പോകുമ്പോഴും കൊണ്ടുപോകണം എൻ്റെ സ്ഥിരം വെട്ടിയാണ്. ഇവിടെ ഇപ്പം ഭയങ്കര കരിഞ്ചൊള്ളിൻ്റെ ശല്യം, കുഞ്ഞ് കരിഞ്ചൊള്ളി. ഇതിപ്പോൾ ഇവിടെ ഒരു 6 മണിയായേ. ഇനിയിപ്പോൾ ഒരു കുറച്ച് കഴിയുമ്പോഴത്തേക്ക് എൻ്റെ റൂം ഫുള്ളും കരിഞ്ചൊള്ളാണ്. കാരണം ഈ സീലിങ്ങിൻ്റെ മുകളിൽ കഴിഞ്ഞ പ്രാവശ്യം കരിഞ്ചൊള്ളി കയറിയത് അവർ പെറ്റി വരികയെന്നാണ് തോന്നണം, അത്ര മാത്രമുണ്ട്. സോ നമുക്ക് ആദ്യം ഡ്രസ്സുകൾ മടക്കി വയ്ക്കാം. ഞാൻ ഒരുപാടൊന്നും എടുക്കല്ലേ, ഞാൻ ജസ്റ്റ് എടുക്കുന്നത് കുറച്ച് ഇതേപോലത്തെ കുറച്ച് എത്നിക് വെയേഴ്സ്. ഞാൻ ഇത് വാങ്ങിച്ചിട്ട് എങ്ങോട്ടില്ല. ഞാൻ എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോൻ്റെ ആയ കല്യാണത്തിന് പോകാൻ വേണ്ടിയിട്ട് എനിക്കും അമ്മയ്ക്കും ഞാൻ ഒരേപോലെ എടുത്തതിന്, പക്ഷേ എനിക്ക് പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. അപ്പം അതുകൊണ്ട് ഇത് ഭയങ്കര അടിപൊളിയാണ്. ഞാനിത് ഈശ്വരനെ എങ്ങനെ വിചാരിച്ചു പോകാൻ, ഒരു കല്യാണം പറഞ്ഞില്ലല്ലോ ഇട്ടുകൊണ്ട് പോകാനെന്ന്. പക്ഷേ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് എനിക്ക് ഇടാനായിരുന്നു യോഗം എന്നാണ് പറയാം. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പം നമ്മളതാ ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ്ട് ദുപ്പട്ടയാണ്. ഇത് കൊള്ളാമല്ലേ. എനിക്ക് ജലദോഷം എന്ന് വെച്ചാൽ എനിക്ക് ഡസ്റ്റ് അലർജിയാണ്. അപ്പം എനിക്ക് പുറത്തിറങ്ങി, ഇപ്പം ഞാൻ പുറത്ത് തുണിയുടെ സൈഡിൽ പുറത്തിറങ്ങുന്നപ്പോൾ അവിടുത്തെ അക്കേഷ്യയുടെ പൂവിൻ്റെ ഇതടിച്ച് ഞാൻ ഒന്നും തേക്കണമൊന്നുമില്ല. ഞാൻ എല്ലാം ജസ്റ്റ് അങ്ങ് പറക്കി വയ്ക്കണതേ ഉള്ളൂ. തേക്കണയൊക്കെ ഇനി എവിടെയെങ്കിലും പോകുമ്പോൾ അവിടെ ചെന്നിട്ട് പറക്കി വേണ്ടിയിട്ട് തേക്കുക, അത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഞാൻ ഒരു 2 എത്തിനിക്കും എടുക്കുന്നുണ്ട്. ഇതൊരു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ ക്യാഷ്വലായിട്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ ക്യാഷ്വലായിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഇങ്ങനെ ഇവിടുത്തെ കൈ ഭയങ്കര വേണ്ട. അപ്പം എനിക്ക് ഇങ്ങനെയൊന്നും ആക്കാൻ വയ്യ. കിടന്നപ്പം എന്തോ പറ്റി ഉളുക്കിയാണെന്ന് തോന്നുന്നു ഇങ്ങനെ ഉണ്ടാക്കിയപ്പോഴത്തേക്ക്. പുറത്തോട്ടൊന്ന് പോകണോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ക്യാഷ്വലായിട്ടൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്. ഓക്കെ, അതിൻ്റെ കൂടെ ലെഗിൻസ്, പാൻറ് അങ്ങനെയൊന്നുമില്ല. ആൻഡ് ഗൈസ്, ഇത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് ഞാൻ അപ്പൂൻ്റെ കൂടെ ഞാനൊരു അമ്പലത്തിലൊക്കെ പോകാമെന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്ത്, ഇപ്പോഴൊന്നുമല്ല, കല്യാണം ഉറപ്പിച്ച സമയത്ത് ഞാൻ പ്ലാൻ ചെയ്തൊക്കെ വെച്ചിരുന്നതാണ്. അപ്പൂ അമ്പലത്തിൽ വരുമെന്നുണ്ടെങ്കിൽ അപ്പൂൻ്റെ കൂടെ ഇട്ടുണ്ടാക്കാം. പക്ഷെ നടന്നില്ല എന്നതാണ് സത്യം. ചിലതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യും, നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളതിൽ സന്തോഷിക്കുക. ബിക്കോസ് വേറെ എന്തെങ്കിലും ഒരു നല്ല കാര്യം നടക്കാനുള്ള ഒരു ക്രിയയായിരിക്കും. ഓക്കെ, അതിൻ്റെ ദുപ്പട്ടയാണ്. ഇത് ഭയങ്കര ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ അമ്മയ്ക്കും എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ കുർത്ത സെറ്റ്. അപ്പം എന്താ ഇത്രയാണ് ഡ്രസ്സ്. ഇത്രയല്ല, ഒരു ഡ്രസ്സാണ്. നമ്മൾ ഇങ്ങനെ വേണം, നമുക്ക് ഇങ്ങനെ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. നോർമൽ, അതായത് നമ്മളിപ്പം എവിടെയെങ്കിലും പോകണം. എനിക്ക് മെയിനായിട്ട് എനിക്ക് താല്പര്യം വെച്ചാൽ കുറച്ച് ജീൻസും, മാസത്തിൽ ഒരു തവണയൊക്കെ ജീൻസ് എപ്പോഴും ഇവിടെ കൊടുത്തിട്ടേക്കും. പിന്നെ ടീഷർട്ടും ഇഷ്ടം പോലെ കാണും. അപ്പോൾ അതാണ് എൻ്റെ എപ്പോഴത്തെയും ഒരു വസ്ത്രധാരണം. അത് കഴിഞ്ഞിട്ട് ആ ഒരു ചിക്കൻ കാരി. സത്യം പറഞ്ഞാൽ ഞാൻ ഇതല്ല ഓർഡർ ചെയ്തത്, ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് അവർ തേച്ചതാണ് ഇതെല്ലാം ഓർഡർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പേരാണ്. പക്ഷെ ഞാൻ റിട്ടേൺ അയക്കാൻ പോയില്ല. സോ ഗൈസ്, അത്രേ ഉള്ളൂ. നമ്മൾ ഡ്രസ്സ് പാക്ക് ചെയ്ത് പിന്നെ ഞാൻ കുറച്ച് പുതിയ ലോഞ്ചറി കുറച്ച് ഐറ്റംസ്, ഇന്നർ വെയേഴ്സ് ഒക്കെ ഞാൻ ക്ലോവിയ, സിവാമെ അങ്ങനെ കുറച്ച് സൈറ്റിൽ നിന്നൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് സംഭവം എന്താണെന്നറിയോ, എൻ്റെ മറ്റേ ക്യൂബ്സ് ഉണ്ട്, പാക്കിംഗ് ക്യൂബ്സ്. എനിക്ക് അതൊന്നും എടുത്ത് വയ്ക്കാൻ വയ്യ. കാരണം ഞാൻ ഭയങ്കര ടയർഡ്. ലാസ്റ്റ് വീട്ടിൽ നമ്മൾ ചോദിക്കണം ചേച്ചി ടയർഡാണെന്ന്. ഓഫ്കോഴ്സ് ഞാൻ ഭയങ്കര ടയർഡാണ്. ഞാൻ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ ഒരു 3-3.5 ലിറ്റർ വെള്ളം ഞാൻ ഡെയിലി കുടിക്കുന്നുണ്ട്. ഞാൻ നന്നായിട്ട് ഫ്രൂട്ട്സ് കഴിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് വൈറ്റമിൻ സി ഫ്രൂട്ട്സ് ഒക്കെ ഞാൻ കഴിക്കുന്നുണ്ട്. ഞാൻ നല്ലപോലെ ഫൈബർ എടുക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് ഭയങ്കര ക്ഷീണം. എനിക്ക് എന്താണ് ക്ഷീണം എനിക്ക് അറിഞ്ഞൂടാ. എനിക്ക് കൈയൊക്കെ വയ്യ, എനിക്ക് ശരീരം വേദനയാണ്. ഇത് പീരിയഡ് പാൻറ്റീസ് ആണ്. കൂടുതലും ഞാൻ ഇതാണ് യൂസ് ചെയ്യണേ ഇപ്പം. കാരണം വെച്ചാൽ അതാകുമ്പോൾ പാൻറ്റീസ് ഇടയാൻ വേണ്ട, നമുക്ക് പാൻറ്റീസിൽ സ്റ്റെയിൻ ആയിട്ട് അത് കഴുകിയാൽ ചിലപ്പം പോകില്ല. മുമ്പൊക്കെ ആണെങ്കിൽ ഞാൻ പാറക്കല്ലിട്ട് ഉരച്ച് കഴുകുമായിരുന്നു. അപ്പോഴത്തേക്കും അവിടെ
അത്രയും പിഞ്ചി പോലെയാണ്. കോട്ടൺ പാൻറ്റീസ് തന്നെ നമ്മൾ കൂടുതൽ യൂസ് ചെയ്യണം. സോ അതുകൊണ്ട് ഞാൻ ഇതുവരെ നിങ്ങൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വാങ്ങിച്ചോ. വിസ്പർ നല്ലതാണ്, കാഴ്മേസി നല്ലതാണ്, ആൻഡ് ഈ സേഫ് നല്ലതാണ്. നുവേഡ ഉണ്ടെന്നോ, നുവേഡ നല്ലതാണ്. ഞാൻ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കുറച്ച്. ഇതൊക്കെ നല്ല ഇതാണ്. വിസ്പറിൻ്റെ തന്നെ നോർമൽ പാഡ് വയ്ക്കുമ്പോൾ എനിക്ക് ഇച്ചിങ്ങും ഇറിറ്റേഷൻ ഉണ്ടാവും. പക്ഷെ ഇത് അങ്ങനത്തെ സീനേ ഇല്ല. ഇനി നെക്സ്റ്റ് എൻ്റെ ടവല്. ഈ ടവല് ഞാൻ കൂടുതൽ യൂസ് ചെയ്യാറുള്ളത് ഞാൻ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിച്ച മറ്റേ മൈക്രോ ഫൈബർ ആ ഒരു സംഭവമില്ല, അങ്ങനത്തെ ടവലാണ്. ഇതാകുമ്പോൾ ഇതിൻ്റെ ഒരു ഉപയോഗിച്ച് ഇതുകൊണ്ട് നമുക്ക് മുഖം തുടയ്ക്കുകയും ചെയ്യാം, നമുക്ക് തലയും തുടയ്ക്കാം. മറ്റേത് നമ്മൾ ഇത് തല തുടച്ചിട്ട് പെട്ടെന്ന് ഉണങ്ങൂല. അപ്പം പെട്ടെന്ന് ഉണങ്ങില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഇൻഫെക്ഷൻസ്, ഫംഗൽ ആക്നെ, കൊമിഡോൺസ് ഒക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒരു ടവൽ, എപ്പോഴും എൻ്റെ ടവൽ ഇതാണ്. ഇതിൻ്റെ ഒരു 3-4 കളറുണ്ട്, അതുണ്ട്. പിന്നെ ഞാൻ നൈറ്റ് ഡ്രസ്സ് 2-3 എടുക്കണുള്ളൂ, അപ്പം അതിൻ്റെ ആവശ്യമുള്ളൂ. പണ്ടൊക്കെ എങ്ങനെ അറിയാം, ഇപ്പം അമ്മ പറഞ്ഞ് പെണ്ണെ അങ്ങനെ പെട്ടിയൊന്നും പാക്ക് ചെയ്യൂല. അവരിങ്ങനെ പണ്ട് അങ്ങനെയായിരുന്നു. അവരവിടെ സാധനങ്ങൾ വാങ്ങിച്ച് വച്ചിട്ട് ഒരു 2-3 നൈറ്റ് ഡ്രസ്സ്, അല്ലാതെ നോർമലായിട്ടുള്ള 2 ഡ്രസ്സ് അങ്ങനെയൊക്കെ അവിടെ വാങ്ങിച്ചു വയ്ക്കുക, അങ്ങനെയാണ് ചെയ്യണത്. പക്ഷെ എനിക്ക് എന്നെക്കാളും നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് കറക്റ്റ് സൈസിന് അറിയാന്നുള്ള എൻ്റെ ഫ്രണ്ട് കല്യാണം കഴിഞ്ഞിട്ട് അവള് ഇങ്ങനെ ഭയങ്കര വലുതായിട്ടുള്ള ഓവർ സൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് അവരെടുത്ത്. അപ്പോൾ അവള് വിരുന്നിനൊക്കെ പോയപ്പോൾ അതാണ് ഇട്ട് കൊണ്ടുപോയത്. അപ്പം നമുക്ക് അങ്ങനെ വേണ്ട. നമുക്കൊരു പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്ക് നമ്മുടേതായിട്ടുള്ള കാര്യങ്ങൾ വേണമല്ലോ. ഒരു നോർമൽ നൈറ്റ് ഡ്രസ്. കടവാവല്ല കണക്ക് എൻ്റെ മാമൻ്റെ മൂത്ത മകൻ എന്താടാ ഞാൻ പോണു, കണ്ട പോണ്, ശരി, സന്തോഷം. ഇതാണ് എൻ്റെ ഡ്രസ്സ്. എനിക്ക് ആവശ്യമുള്ള ഞാൻ പാക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് നമുക്ക് ആവശ്യമുള്ള ലോഞ്ചറി ഇന്നവേഴ്സ് അത്രയൊക്കെ ഉള്ളൂ. പിന്നെ മെയിനായിട്ട് നമ്മുടെ സാനിറ്ററി നാപ്കിൻ. കാരണം എനിക്ക് അവിടെ ചെന്ന് വിത്തിൻ ഒരു 4 to 5 days എനിക്ക് പീരീഡ്സ് ആവും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഞാൻ പിന്നെ എവിടെ പോണെങ്കിലും ഞാൻ കൊണ്ട് നടക്കാറുണ്ടെന്നുള്ളതാണ് സത്യം. എനിക്കാണെങ്കിൽ ഈ പീരീഡ്സ് ആണ് സമയം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ദേഷ്യം, എനിക്ക് ഭയങ്കര സങ്കടമായിരിക്കും. തലേ ദിവസം ഭയങ്കര സങ്കടമായിരിക്കും. എനിക്ക് കാര്യം ഇല്ലെങ്കിൽ പോലും ഞാൻ വളരെ അധികം ആലോചിച്ചിരുന്ന് ഞാൻ ചെകഞ്ഞെടുത്ത് ഞാൻ കരയാറുണ്ട്. മേ ബി എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് കഴിച്ചു അവർക്ക് എന്നെ എങ്ങനെ പറയാൻ തോന്നി അതൊക്കെ ആലോചിച്ചാൽ കരയും. ഇല്ലെന്നുണ്ടെങ്കിൽ ആകാശദൂത് സിനിമയോ എന്തെങ്കിലും സിനിമയുടെ സീനെങ്കിലും ഇട്ടെങ്കിലും ഞാൻ കരയാറുണ്ട്. സോ അങ്ങനെ ഒക്കെ ഉള്ളൊരു ഞാനാണ്. അപ്പം അതുകൊണ്ട് എനിക്ക് ഈ പീരിയഡ്സ് ആണ്, എനിക്ക് ആ സ്പോട്ട് എൻ്റെ കയ്യിൽ എനിക്ക് ഇത് വേണം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്, ഭയങ്കര ഇറിറ്റേഷനാണ്. സോ അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് ഡേറ്റ് ആവുന്ന സമയത്ത് ഞാൻ ഒരെണ്ണം എപ്പോഴും കൂടെ കൊണ്ട് നടക്കാറുണ്ട്. സോ ഗൈസ്, ഇപ്പം എൻ്റെ ലൈഫിൽ പുതുതായിട്ട് വന്ന അതിഥികൾ എന്ന് പറയുന്നത് ഇവരാണ്. സിന്ദൂരം. സീരിയസ്ലി എനിക്ക് ചിരി വന്ന്. സിന്ദൂരം വാങ്ങിച്ചിട്ടുണ്ട് മുന്നേ. ലൈക്ക് എനിക്ക് ഇങ്ങനെ ഇടാൻ, ഞാൻ പണ്ട് കോളേജിലും സ്കൂളിലും പഠിക്കുമ്പോഴും ഞാൻ മെയിനായിട്ട് ഇവിടെ ഒരു തീപ്പെട്ടിക്കൊള്ളി വെച്ച് ഇവിടെ ഒരു കുറി ഇടും, സ്റ്റിക്ക് ലൈൻ ഇടാറുണ്ട്. ഇങ്ങനെ ഒരു ലൈൻ, ഒരു വെള്ള ഒരു ചുവപ്പ്, അങ്ങനത്തെ ഒരു ലൈൻ ഇടും. സോ അങ്ങനത്തെ അപ്പോഴേ കുങ്കുമം ഞാൻ കൂടുതൽ അമ്പലത്തിലൊക്കെ പോകുമ്പോഴേ വെച്ചാൽ. പക്ഷേ ഫസ്റ്റ് ടൈം ഐ ബൈ സിന്ദൂർ, ലൈക്ക് കല്യാണം കഴിക്കാനുള്ളതായിട്ട്. ലൈക്ക് കല്യാണം കഴിഞ്ഞൊരു 3-4 ദിവസം എൻ്റെ ഒരു പുരുതം ഉണ്ടാവും. അപ്പം അങ്ങനെ ഞാൻ സിന്ദൂരം വാങ്ങിച്ച്. ആൻഡ് ഇത് നല്ല സിന്ദൂരാണ്, പൗൾ ഗാൾ സിഗ്നേച്ചർ ക്ലാസിക് റെഡ് സിന്ദൂർ. ഇത് പൊടിയും ഇത് ലിക്വിഡുമാണ്. അപ്പുന് പൊടി സിന്ദൂരം ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനെ ഒരു പൊടി വാങ്ങിച്ചത്. അപ്പം നിങ്ങൾ വിചാരിക്കില്ല കുലസ്ത്രീയെ വരുന്ന, ഒരിക്കലുമില്ല. തുടക്കത്തിലെ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കലാണ് കഴിച്ചത്. അപ്പം ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞുകൊണ്ട് ഞാൻ പൊടി സിന്ദൂരം വാങ്ങിച്ചു. ആകെ അപ്പുവിൻ്റെ അടുത്ത് ആഗ്രഹങ്ങൾ പറയണത് എങ്ങനെയാണ്, ഇന്ന് ആ ഡ്രസ്സ് ഇടുമോ, ഇന്ന് വരുമ്പോൾ ഇന്ന ഡ്രസ്സ് ഇട്ടുകൊണ്ട് വരൂ. അപ്പം അങ്ങനെയാണ് എൻ്റെ അടുത്ത് ചെറിയ ചെറിയ ആഗ്രഹങ്ങളെ പറയുന്നത്. അപ്പം ഞാൻ അതൊക്കെ സാധിച്ചു കൊടുക്കാൻ നമുക്ക് ഈസി അല്ലേ, അപ്പം അതൊക്കെ സാധിച്ചു കൊടുക്കാറുണ്ട് എന്നുള്ളതാണ് സത്യം. ഓക്കെ, അപ്പം ഈ 2 സിന്ദൂർ ഞാൻ വാങ്ങിച്ചേ. ഇതെൻ്റെ ജോൺ ഹോനായി കഴിഞ്ഞാൽ ഒരു പെട്ടി എനിക്കാണെന്ന് തോന്നുന്നുള്ളത്. ഈ പെട്ടിയിലെന്ന് പറയണത് എൻ്റെ മേക്കപ്പ് പ്രോഡക്ട്സുകളാണ്. അപ്പം ഇത്രയും മേക്കപ്പ് ഇടാൻ അവിടെ എന്താ വല്ല ഫാഷൻ ഷോയ്ക്ക് പോകണമെന്ന് ചോദിച്ചാൽ ഞാനിപ്പോൾ എവിടെ പോകണമെങ്കിലും ഞാൻ ഇങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാറുണ്ട്. നമുക്ക് വേണ്ട സാധനങ്ങൾ നമ്മൾ എപ്പോഴും എടുത്ത് വയ്ക്കുക. അപ്പം നമ്മൾ വേറെ ആരും ഉപദ്രവിക്കേണ്ടല്ലോ. അല്ലെങ്കിൽ രാവിലെ ആയിട്ട് ഞാൻ ഈ ഫൗണ്ടേഷൻ കണ്ടിട്ടൊക്കെ പറയുമ്പോഴത്തേക്കോ എൻ്റെ അമ്മയെ കേട്ട ഇപ്പം ചെയ്ത് തുടങ്ങി. കാരണം ഒരു പിള്ളേർ കല്യാണം കണ്ടിട്ട് അവിടെ പോയിട്ട് ഫൗണ്ടേഷൻ ഉണ്ടാ എന്ന് ചോദിക്കില്ല, അപ്പോൾ ഉണ്ടോ ദോഷം ഉണ്ടെന്നൊക്കെ ചോദിക്കുമായിരിക്കും. ഞാൻ ചോദിക്കുമായിരിക്കും. അവിടെ ഉണ്ടല്ലോ, അവിടെ ആരും അങ്ങനെ ഒരുങ്ങാറില്ല. സീരിയസ്ലി അവിടെ ചേച്ചി ഒരുങ്ങാറില്ല, അമ്മ അങ്ങനെ ഒരുങ്ങാറില്ല. ഞാൻ പറഞ്ഞു അമ്മ കല്യാണത്തിന് ലിപ്സ്റ്റിക് ഒക്കെ നമുക്ക് സൂപ്പർ ആക്കാം. അവനപ്പം ഞാൻ ഇടൂലെന്ന് പറഞ്ഞ് അവരാരും അങ്ങനെ ഒരുങ്ങാത്ത ആൾക്കാരാണ്. പക്ഷേ ഞാൻ നേരെ എക്സ്ട്രീം. എനിക്കാണെങ്കിൽ എവിടെ പോകണമെങ്കിലും എനിക്ക് ഇച്ചിരി ബ്ലഷൊക്കെ ഇട്ട് പുരുകൊക്കെ ദിഗംബരനെ പോലെ വരച്ച് കൺപീലിയൊക്കെ ഇങ്ങനെയൊക്കെ ടിസ്റ്റ് ചെയ്ത് വെച്ചോളാണ് എനിക്കിഷ്ടം. അപ്പം അത്രേ ഉള്ളൂ. ഇത്
മെയിനായിട്ട് ലിപ്സ്റ്റിക്ക്, ലിപ് ലൈനേഴ്സ്, ഐബ്രോ പെൻസിൽ, കാജല്, ലിപ്പ് ഓയില്, എൻ്റെ ഈ ലിപ് ലൈനർ വെട്ടുന്ന കട്ട, അങ്ങനെ കുറച്ച് സാധനങ്ങൾ. ആൻഡ് ഇത് മേക്കപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങൾ. സ്പഞ്ച്, പൗഡർ പഫ്, മേക്കപ്പ് റിമൂവർ, സിംബിളിൻ്റെ ആണ്. നല്ല മേക്കപ്പ് റിമൂവർ ആണ്. ഇനി എൻ്റെ സൗണ്ട് പോയി ഗൈസ്. കാരണം കഴിഞ്ഞ 1-2 ദിവസമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അലക്കുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. സംസാരങ്ങളും ഓട്ടോ ഒക്കെ ആണെങ്കിൽ സൗണ്ട് പോയതാണ്, അല്ലാതെ സൗണ്ട് അല്ലാതെ പോയതല്ല. അപ്പൊ ഇത് ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ ടൈപ്പർക്കൊക്കെ അത്ര അടിപൊളിയാണ്. ആൻഡ് അപ്പൊ അത്രേ ഉള്ളൂ. പിന്നെ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച് ഈ ബിന്ദി ബുക്ക് എവിടെ നിന്നാണ്. ഇതും നമ്മളെ സെയിം സിന്ദൂർ ബ്രാൻഡാണ്, പൗൾ ഗാർഡിന്റെ. ഗൈസ് ഇതിനകത്ത് ഭയങ്കര അടിപൊളി ബുക്കാണ്. എന്താണ്ട കണ്ട പല റെഡ് കുറെ ഉണ്ട്. നമുക്ക് സിമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഇത് പോവാം. പാഷൻ ഉണ്ട്, മോഡേൺ ഉണ്ട്, ആൻഡ് കുറെ കളേഴ്സ് ഉണ്ട്. ലാസ്റ്റ് പോകുന്നത് വൈറ്റിന്റെ തന്നെ കുറെ വെറൈറ്റീസ് ഉണ്ട്. ബ്ലൂ ഉണ്ട്. ഇങ്ങനത്തെ ബ്ലൂ പൊട്ടൊന്നും കിട്ടാനില്ല, ഇങ്ങനത്തെ ബ്ലൂ പൊട്ട്. അതിന്റെ ലൈറ്റ് പിങ്ക്, ഗ്രീന്. സോ ആക്ച്വലി ഇറ്റ്സ് നൈസ്. സോ അപ്പൊ അത്ര ഉള്ളു ഗൈസ്. എന്റെ ജോൺ ഹനായുടെ പെട്ടിയില് മേക്കപ്പ് ഞാൻ ടാഗ് ചെയ്ത് കൊടുത്താണ്. എനിക്കൊരു യൂസ്ഫുൾ ആണ്. നിങ്ങൾ എവിടെ പോണെങ്കിലും എല്ലാം ഉണ്ട്. സ്കിൻ കെയർ ഉണ്ട്. എന്റെ ഫിക്സ് ഡെർമേര ഹാൻഡ് ക്രീം ഒന്ന് എനിക്ക് ഇവിടെ യൂസ് ചെയ്യണ്ട. ഒന്ന് ഞാൻ എവിടെയെങ്കിലും പോകുമ്പോൾ ഇത് കണക്ക് ഞാൻ ഇട്ടേക്കും. എന്റെ എംബ്രിയോലീസിന്റെ ക്രീം, കൈലി ജെന്നറിന്റെ ഒരു സെറ്റിംഗ് പൗഡർ, സോഫ്റ്റ് പിങ്ക്. ഓക്കെ, സിന്ദൂരമൊക്കെ ഇട്ട് വെക്കാം. ഞാൻ പറഞ്ഞില്ല എനിക്ക് കൈ വയ്യ. ഓക്കെ, നെക്സ്റ്റ് ഗൈസ് ഇതാണ്. ഇത് എന്റെ ബാംഗിൾസ് വേറെ ഉണ്ട്, പക്ഷെ ഇതിപ്പോ ഞാൻ കുറച്ച് ഇങ്ങനത്തെ കുറച്ചുണ്ടല്ലോ, കുറച്ച് ലക്ഷറി അല്ലെങ്കിൽ കുറച്ച് പാർട്ടി വൈബ് കിട്ടുന്ന സാധനങ്ങൾ, അങ്ങനത്തെ കുറച്ച് ബാംഗിൾസ് ആണ് ഇതെല്ലാം. അപ്പൊ ഞാൻ ഇത് മെയിൻ ആയിട്ട് ഞാൻ ഈ ബാംഗിൾ കൊണ്ടുപോകും എനിക്ക് ഒരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ ബാംഗിൾസ് ഞാൻ കൊണ്ടുപോയി. ഇത് ഭയങ്കര ലൈക്ക് നോർത്ത് ഇന്ത്യൻസ് വെഡിങ് കല്യാണം, എക്സ്പെഷ്യലി പഞ്ചാബികള് കല്യാണം കഴിഞ്ഞാൽ അവര് കൂടുതലും ഇങ്ങനത്തെ ഇടും. അവരെത്രയോ ദിവസം കഴിഞ്ഞിട്ട് അവരുടെ ഒരു ഇതനുസരിച്ചിട്ട്, അവരുടെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് എത്രയോ ഒരു ദിവസം കഴിഞ്ഞ് അവർ ദൂരാറുള്ളൂ. അവർ ഹണിമൂണിനൊക്കെ പോകുമ്പോൾ അവർ ഭയങ്കര ചന്തമാണ് കാണാൻ. ഇങ്ങനെ കയ്യിൽ മൈലാഞ്ചി ഒക്കെ ഇട്ടിട്ട് ഇങ്ങനത്തെ. ഇതിനെന്തോ പറയും, എന്തോ ചൂടാന്നാണ് പറയണത്. എനിക്ക് ഗോവയാണ് പറഞ്ഞത്, എനിക്ക് കറക്റ്റ് പേരറിഞ്ഞൂടാത്തോണ്ട് ഞാൻ ഇതൊന്ന് ഇങ്ങനെ നോർത്ത് ഇന്ത്യൻസ് വെഡിങ് ബാംഗിൾസ്, ആഫ്റ്റർ വെഡിങ് ബാംഗിൾസ് എന്നൊക്കെ പറഞ്ഞാൽ വേണ്ടി കിട്ടിയത്. കൊള്ളാലേ കാണാൻ? കൊള്ളാമോടാ? കൊള്ളൂലേ? ഇവിടെ കൊള്ളാന്നാ കൊള്ളൂലെന്നാ? ഓക്കെ, ഇങ്ങനെ കൊള്ളാമോ അബിക്കുട്ടാ? അബിയാണ് വീഡിയോ എടുത്ത് തരണം. ഇവിടെ സൗണ്ട് വന്നപ്പോഴും എന്തെങ്കിലും മിസ്റ്റേക്ക് അങ്ങനെ അമങ്ങിയിരിപ്പുണ്ട്. ഞാനത് കല്യാണം ഉറപ്പിച്ചപ്പം എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും എനിക്കൊരു ലുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിച്ചു എന്നതാണ് സത്യം. എങ്ങനെയുണ്ട്? എനിക്കൊരു കല്യാണ വൈബ് വരുന്നുണ്ടോ? എന്റെ കാർത്തികേന്റെ കല്യാണത്തിന് ഡാൻസ് എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ്. ഈ ഒരു ബാംഗിൾസ് ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് എനിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഇത് ഞാൻ വളയിട്ട് വെച്ചേക്കണം. എന്റെ സ്റ്റോറേജ് ബോക്സ് ആണ്, നല്ലതാണ്. വള ഇട്ട് വയ്ക്കാനായാലും അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇട്ട് വയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് നല്ലതാണ്. ഇനി ഇതെന്റെ സ്കിൻ കെയർ പൗച്ചാണ്, ഞാൻ കാണിച്ചു തരാം. ഒന്ന് എൻ്റെ ഫേസ് വാഷ്, സിപ്ലേഡ സാലിസിലിക് ആസിഡ് ഫോമിങ് ഫേസ് വാഷ്. നിങ്ങൾക്ക് ആക്നെ ഉണ്ട്, ആക്നെ മാർക്സ് ഉണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുഞ്ഞു കൊമിഡോൺസ് ഉണ്ട്, പിമ്പിൾ ഉണ്ട്, ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ബെസ്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് എപ്പിസോഫ്റ്റിന്റെ മോയ്സ്ചറൈസർ. ഞാൻ ഇപ്പൊ കൂടുതൽ യൂസ് ചെയ്യുന്ന എപ്പിസോഫ്റ്റ് ആണ്. ഞാൻ ഇപ്പൊ കുറച്ച് പ്രീ ബ്രൈഡൽ റൂട്ടീനിൽ ഒരു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു, ടിപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ കല്യാണത്തിന് ഒരാഴ്ച മുന്നെങ്കിലും നമ്മൾ ഈ ആക്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ ഒഴിവാക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മൈക്രോ എക്സ്ഫോളിയേഷൻ നടക്കും. അപ്പൊ നമ്മുടെ മേക്കപ്പ് ലാസ്റ്റ് ചെയ്യൂല. സോ അതുകൊണ്ട് ഞാൻ അങ്ങനെ ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യണില്ല. ഒരു 2 ആഴ്ചയായിട്ട് ഞാൻ ആക്റ്റീവ്സ് ഒന്നും യൂസ് ചെയ്യണില്ല. സോ അതുകൊണ്ട് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണം. എനിക്ക് പെട്ടെന്ന് എളുപ്പം ഇതാണ്. ഇത് മോയ്സ്ചറൈസർ വിത്ത് സൺസ്ക്രീൻ ആണ്, എപ്പിസോഫ്റ്റിന്റെ. അടിപൊളിയാണ്, നോൺ കൊമീഡോജനിക് ആണ്, ആക്നെ ഉള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. പിന്നെ ഡെയിലി ഞാൻ അങ്ങനെ ഫൗണ്ടേഷൻസ് ഒന്നും ഇടാൻ ആളല്ല. പക്ഷെ ഇത് ഞാൻ കൊണ്ടുപോകണത് എനിക്ക് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഇത് വന്നാൽ എന്തെങ്കിലും ഒരു ലുക്ക് എല്ലാം ചെയ്യണം, അങ്ങനെ എടുത്തത്. ഇതാണ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യണം, ടിൻറ്റഡ് സൺസ്ക്രീൻ. ഇത് ഈസ്റ്റിൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ഫ്യൂഷൻ വാട്ടർ മാജിക് ലൈറ്റ് ഷെയ്ഡ് വന്നിട്ട് ലൈറ്റ് ആണ് ഷെയ്ഡ് നെയിം. ഇതാണ് ഞാൻ യൂസ് ചെയ്യണ സൺസ്ക്രീൻ. ഞാനിപ്പോൾ എൻ്റെ മുഖത്തും ഈ സൺസ്ക്രീൻ ആണ് ഞാൻ ഇട്ടത്. ഞാൻ രാവിലെ ഇട്ടാണ്. ആൻഡ് ലനേജിന്റെ ഒരു ലിപ് ബാം, തോണ്ടി അകത്ത് വലിയൊരു കുഴി എന്നെ ആക്കി വെച്ചിട്ടുണ്ട്. ലനേജിന്റെ ലിപ് ബാം. ആൻഡ് നെക്സ്റ്റ് ഇതാ സോൾഡി ജനേറിയോയുടെ ഒരു ഗ്ലോ മോഷൻ ഗ്ലോ ഓയിലാണ്. ഈ ദേഹത്തൊക്കെ കുറച്ച്
തിളങ്ങാനൊക്കെ ഉണ്ട്. ഇത് വലിയ പാർട്ടിക്ക് പോകണം ചോദിക്കുന്നത് ഗൈസ്, എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ എന്ന് വിചാരിച്ചാൽ എടുത്ത് വച്ചേക്കുന്നതേ ഉള്ളൂ. എന്തെങ്കിലും ഒരു ഇൻ കേസ് ഒരു പാർട്ടിയെല്ലാം വന്നാൽ നമുക്ക് ഇടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അത് അത്രേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് ഞാൻ എവിടെ പോകണമെങ്കിലും ഡൈസൺ കൊണ്ടുപോകാറില്ല. ഡൈസൺ ഞാൻ കൂടുതലും എൻ്റെ വീട്ടിലാണ് ഞാൻ യൂസ് ചെയ്യണം. അല്ല ഇൻ കേസ് എനിക്ക് വേറെ എവിടെയെങ്കിലും പോകണമെങ്കിൽ മാത്രമേ ഞാൻ ഡൈസൺ യൂസ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഇത് അലൻ ട്രോമൻ്റെ ഹെയർ ഡ്രയർ ആണ്. എൻ്റെ മുമ്പ് വരുന്ന അഗാരോടെയാണ്. ഞാൻ ഒരുപാട് വർഷം എന്ന് വെച്ചാൽ ഒരു 3-4 വർഷം ഞാൻ അതാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സ്റ്റിൽ ഐ ഹാവ്, അതുണ്ട് എൻ്റെ കയ്യിൽ. പക്ഷെ ഞാൻ വിചാരിച്ചു എനിക്ക് ഒരു നമ്മുടെ അലൻ ഡ്രോമൻ്റെ ട്രൈ ചെയ്ത് നോക്കണമെന്ന് വിചാരിച്ചിട്ട് ഞാനൊരു ബ്ലോ ഡ്രയർ വാങ്ങിച്ചാണ്. അലൻ ഡ്രോമൻ്റെ ബ്ലോ ഡ്രയർ. സോ ഇത് ഞാൻ കൊണ്ടുപോകണം കുളിച്ചിട്ട് മുടി ഉണക്കാൻ വേണ്ടി. അല്ലെങ്കിൽ എനിക്ക് എവിടെയെങ്കിലും പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇത് ഞാൻ നമുക്ക് സ്കിൻ കെയർ, മേക്കപ്പ് സാധനങ്ങൾ ഒക്കെ നമുക്കിങ്ങനെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതാണ്. ഈ ഒരു പൗച്ചിൽ അതാകുമ്പോൾ നമുക്ക് ഈ ഓർണമെന്റ്സ് ഒക്കെ അവിടെ ഇവിടെ ഇടാനേക്കാളും എന്തെങ്കിലും ഒരു പൗച്ചിലൊക്കെ ഊരി വെച്ചിരുന്നാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. സോ ഇത്രയാണ് ഗൈസ് എനിക്ക് പാക്ക് ചെയ്ത് കൊണ്ടുപോകാനുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്രയും കൊണ്ടുപോയാൽ മതി എന്ന് തോന്നുന്നു. പോകുമ്പോൾ വേറൊന്നും. പിന്നെ ഞാൻ പറയാം, ഇത് ഭയങ്കര അലങ്കോലപ്പെട്ട പാക്കിംഗ് ആണ്. നിങ്ങൾക്ക് വളരെ നീറ്റായിട്ട് പാക്ക് ചെയ്യാം. ക്യൂബ്സിലൊക്കെ എടുത്ത് വെച്ചിട്ട് വളരെ നമ്മൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഞാൻ അങ്ങനെയാണ് പാക്ക് ചെയ്ത് കൊണ്ടുപോകണത്. പക്ഷേ ഇതിപ്പം ഞാൻ കൊടുത്തു വിടും. കൊടുത്തു വിടുമ്പം എനിക്ക് തോന്നുന്നു അപ്പോൾ എന്നെ എല്ലാം എടുത്ത് അലമാരിയിലൊക്കെ വയ്ക്കും. അപ്പം പിന്നെ എനിക്ക് വലിയ ബുദ്ധിമുട്ട് വരില്ല. പക്ഷേ ഇനി എനിക്ക് കുറച്ച് കമ്മലും മാല എടുത്ത് വയ്ക്കാണ്ട്. എനിക്കറിഞ്ഞ ഒരു സ്റ്റഡ് വല്ല അതിനെ ഇട്ടുകൊണ്ട് പോകണത്. അങ്ങനെയല്ലോ ഒരു സ്റ്റഡ് ഞാൻ എടുക്കുള്ളൂ, വേറെ ഒന്നും എടുക്കൂല. സോ ഇത്രയാണ് എനിക്ക് കൊണ്ടുപോകാനുള്ള മെയിൻ പാക്കേജ്. എനിക്ക് അവിടെ കൊണ്ടുപോകാനുള്ളത്. അപ്പം ഇത്രേ ഉള്ളൂ. ഇനി എന്തെങ്കിലും എടുക്കാൻ വേണ്ടിയിട്ട് പറയാം. ഇനി എനിക്ക് എൻ്റെ മെഡിസിൻസ് എടുക്കാനുണ്ട്. പക്ഷെ അത് ഞാൻ എൻ്റെ ഷോൾഡർ ബാഗിൽ എപ്പോഴും ഉണ്ടാവും മെഡിസിൻസ്. എനിക്ക് മൈഗ്രെയിൻ്റെത് മെയിൻ ആയിട്ട് പറഞ്ഞ മൈഗ്രെയിൻ്റെ ആണ്. അപ്പം അത്രേ ഉള്ളൂ. എനിക്കിനി കൊണ്ടുപോകാനൊന്നുമില്ല. ഇനി എൻ്റെ മേക്കപ്പ് ബ്രഷസ് കൊണ്ടുപോകാനുണ്ട്. ബാക്കിയെല്ലാം മെയിൻ ആയിട്ടുള്ള എല്ലാം ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഞാൻ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ നമുക്ക് പാക്ക് ഇതിൻ്റെ ഇടയിൽ അല്ലെങ്കിൽ വേറൊരു കളറാക്കി കൊണ്ട് കൊടുത്തുവിടാം. സോ അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ